കിഫ്ബി കില ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന എരുമയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നവകേരളം കർമ്മപദ്ധതി വിദ്യാകരണം പദ്ധതിയുടെ ഭാഗമായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ശിലാഫലക അനാച്ഛാദനം കെ.ഡി. പ്രസന്നൻ എം.എൽ.എ. നിർവഹിച്ചു. ബജറ്റ് വിഹിതം ഉപയോഗപ്പെടുത്തിയും നമ്മുടെ മണ്ഡലത്തിലെ സർക്കാർ വിദ്യാലയങ്ങളുടെ കെട്ടിടങ്ങൾ നവീകരിക്കണം എന്ന നിർദ്ദേശം എം.എൽ.എ. എന്ന നിലയ്ക്ക് ഞാൻ മുന്നോട്ട് വെച്ചു. അത് അംഗീകരിച്ചുകൊണ്ടാണ് കോഴമന്നം ഗവൺമെൻറ് ഹൈസ്കൂൾ 90 വർഷമായി ഒരു ചെറിയ റൂം പോലും സ്വന്തമായിട്ടില്ലാത്ത ഗവൺമെൻറ് ഹൈസ്കൂൾ, എന്നാൽ 100% വിജയം നിരവധി വർഷക്കാലമായി തുടർച്ചയായി നേടിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ് ഹൈസ്കൂളിന് കെട്ടിട നിർമ്മാണത്തിൻ്റെ ആവശ്യം മുന്നോട്ട് വെച്ച് 7 കോടി ഗവൺമെൻറ് അനുവദിച്ച് അതിൻ്റെ നിർമ്മാണവും പൂർത്തീകരിച്ച് ഇപ്പോൾ ആ വിദ്യാലയം പ്രവർത്തിക്കുന്ന ആ കെട്ടിടത്തിലാണ്. തുടർന്നുള്ള വർഷങ്ങളിലാണ് നവകേരള മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഫ്ബിയുടെ ഫണ്ട് വിദ്യാലയങ്ങൾക്ക് ഏത് വിദ്യാലയങ്ങൾക്ക് മാറ്റിവെക്കണം എന്നതിനെ സംബന്ധിച്ച് എം.എൽ.എമാർ നിർദ്ദേശിക്കുന്ന വിദ്യാലയങ്ങൾക്കാണ് ഫണ്ടുകൾ മാറ്റിവെക്കുക. ആ ഘട്ടത്തിൽ 4 കോടി രൂപ 3 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കേണ്ട വിദ്യാലയങ്ങൾ ഏതാണ്? ഒരു വിദ്യാലയമാണ് ഒരു മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കുക. സാധാരണ നിലയിൽ ആലത്തൂർ അസംബ്ലി മണ്ഡലത്തിൽ 2 വിദ്യാലയങ്ങളുടെ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ, ഒന്ന് പെൺപള്ളിക്കൂടം എന്ന നിലയ്ക്ക്, താലൂക്ക് ആസ്ഥാനത്ത് വിദ്യാലയം എന്ന നിലയ്ക്ക് സ്പെഷ്യലായി ആ വിദ്യാലയത്തിനും, അതുപോലെ തന്നെ എൻ്റെ നിർദ്ദേശത്തിൽ ആദ്യ പട്ടികയിൽ ഉണ്ടായിരുന്ന എരുമയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനും 3 കോടി രൂപ വീതം അനുവദിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം വന്ന് പൂർത്തീകരിച്ചു. പക്ഷേ അത് ഏറ്റെടുത്ത ഏജൻസി ആ നിർമ്മാണ പ്രവർത്തനം പാതി നിലയിലെത്തിച്ച് സ്റ്റേറ്റിലാകെ അവർ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. എരുമയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാ ശിവരാജൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബു സെയ്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ ലിസി പി ജോസഫ്, എരുമയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ രമേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷിബി കൃഷ്ണ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കണ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമാ പ്രകാശ്, PTA പ്രസിഡന്റ് എസ് മണികണ്ഠൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ ശിവദാസ്, അലി അബ്ബാസ്, പ്രധാനാധ്യാപിക രേഖാറാണി തുടങ്ങിയവർ പ്രസംഗിച്ചു. 3.9 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.